ചേട്ടാ മിഷൻ 2026 UDF മികച്ച ഒരു പ്രകടനത്തിനായിട്ട് അതിന്റെ മുന്നൊരുക്കത്തിന്റെ ഭാഗമായിട്ട് സീറ്റ് വിഭജനമാണ് ആദ്യഘട്ടത്തിൽ ലക്ഷ്യം വെക്കുന്നത്. അതിന് മുന്നോടിയായിട്ട് ഇപ്പോൾ VD സതീശൻ ഒരു വാർത്താ സമ്മേളനം വിളിച്ചു. അദ്ദേഹം പറഞ്ഞത് 3 പാർട്ടികൾ UDFന്റെ ഭാഗമായിട്ട് മുന്നണിയിലേക്ക് വരുന്നു എന്നാണ്. കൂടുതൽ വിവരങ്ങൾ ഇന്ന് കൊച്ചിയിൽ UDFന്റെ ഏകോപന സമിതി യോഗം നടന്ന ശേഷമാണ് UDFന്റെ ചെയർമാൻ കൂടിയായ VD സതീശൻ കാര്യങ്ങളൊക്കെ തന്നെ വിശദീകരിച്ചത്. നേരത്തെ തന്നെ പറഞ്ഞിരുന്നതാണ് UDFന്റെ രാഷ്ട്രീയ അടിത്തറ വിപുലീകരിക്കുമെന്നുള്ള കാര്യം. അതിന്റെ ഭാഗമായിട്ടാണ് 3 പാർട്ടികളെ അവരെ അസോസിയേറ്റ് അംഗങ്ങളൊക്കെ, UDFന്റെ ഘടകകക്ഷികളല്ല, അവരെ അസോസിയേറ്റ് അംഗങ്ങളൊക്കെ അതങ്ങനെയാണ് ആദ്യഘട്ടമായിട്ട് ചെയ്യുക. ചെറിയ പാർട്ടികളാണ് ഇവരൊക്കെ തന്നെ. ഒന്ന് PV അൻവറിന്റെ തൃണമൂൽ കോൺഗ്രസ് ആണ്, മറ്റൊന്ന് CK ജാനുവിന്റെ പാർട്ടിയാണ്, മറ്റൊന്ന് വിഷ്ണുപുരം ചന്ദ്രശേഖരന്റെ കേരള കാമരാജ് കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു പാർട്ടിയുടെ പേര് പറയുന്നുണ്ട്. പക്ഷേ അതുമായി ബന്ധപ്പെട്ട് ചില വ്യത്യസ്ത അഭിപ്രായം അതിന്റെ സംസ്ഥാന അധ്യക്ഷൻ കൂടിയായ ഈ ഒരു വിഷ്ണുപുരം ചന്ദ്രശേഖർ പറഞ്ഞിട്ടുണ്ട്. അതിനിപ്പോൾ നമുക്ക് വരും മണിക്കൂറിൽ മാത്രമേ അതിന്റെ കൂടുതൽ വിവരങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കൂ. എന്തായാലും പ്രധാനമായിട്ടും ഈ പറയുന്ന പോലെ CK ജാനുവിന്റെ പാർട്ടിയും PV അൻവറിന്റെ പാർട്ടിയും അവർ രണ്ടിനെയും നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് അവരുടെ UDFലെ അസോസിയേറ്റ് അംഗങ്ങളാക്കി കൊണ്ടുള്ള ഒരു തീരുമാനം ഇന്നുണ്ടായി. കഴിഞ്ഞ 2 UDF യോഗങ്ങളിൽ, കഴിഞ്ഞ യോഗത്തിലും ഇന്നത്തെ യോഗത്തിലും വിശദമായ ചർച്ച നടത്തിയ ശേഷമാണ് എല്ലാ പാർട്ടികളുടെയും ഘടകകക്ഷികളായിട്ടുള്ള എല്ലാവരുടെയും അഭിപ്രായം തേടിയ ശേഷമാണ് അവരെ അങ്ങനെ ചേർക്കാം. കാരണം PV അൻവറിനെ സംബന്ധിച്ച് മലപ്പുറത്ത്, നിലമ്പൂർ പോലുള്ള ഭാഗങ്ങളിലൊക്കെ തന്നെ അത്യാവശ്യം സ്വാധീനമുള്ള വ്യക്തിയാണ്. ഒപ്പം തന്നെ CK ജാനു ആദിവാസി ഗോത്ര മഹാസഭയുടെ നേതാവായിട്ടിരുന്നതാണ്. അവര് പാരമ്പര്യമുള്ള ഒരു നേതാവാണ്. നേരത്തെ മുൻപ് UDFന്റെ ഭാഗമായിട്ടൊക്കെ നിന്നിരുന്നതാണ് അവരുടെ ആദിവാസി ഗോത്ര മഹാസഭയൊക്കെ തന്നെ. പിന്നീട് കഴിഞ്ഞ കുറെ നാളായിട്ട് NDAയുടെ ഭാഗമായിരുന്നു അവര്. അവിടെ നിന്നും വിട്ടാണ് ഇപ്പോൾ UDFലേക്ക് വരാൻ താല്പര്യം പ്രകടിപ്പിച്ചത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ചർച്ചകളൊക്കെ നടത്തി അവരൊരു അന്തിമ തീരുമാനത്തിലെത്തി അങ്ങനെ ചേർത്തത്. അങ്ങനെ അവരെ അസോസിയേറ്റ് അംഗങ്ങളാക്കുന്നു. ഒപ്പം തന്നെ അവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല എന്നാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. UDFലേക്ക് വരുമെന്നുള്ള ഒരു അഭ്യൂഹങ്ങളൊക്കെ ഉണ്ടായിരുന്നില്ല. അത് VD സതീശൻ പറയുന്നത് ഈ അങ്ങോട്ട് പോയി ആരെയും ചർച്ച ചെയ്യുന്നില്ല എന്നുള്ളതാണ്. കേരള കോൺഗ്രസ് എം ഉൾപ്പെടെ അവരിപ്പോൾ LDFന്റെ ഒരു ഘടകകക്ഷിയാണ്. അവർ നിലപാട് വ്യക്തമാക്കട്ടെ. അതിനുശേഷം ഒരു മുന്നണിയിൽ നിൽക്കുന്ന കക്ഷിയോട് ഞങ്ങൾ അങ്ങോട്ട് പോയി ചർച്ച നടത്താൻ ആഗ്രഹിക്കുന്നില്ല. അത്തരത്തിൽ ആരുമായിട്ടുമില്ല. കേരള കോൺഗ്രസ് എമ്മിനോടൊന്നല്ല, ഒരു പാർട്ടിയോടുമില്ല. വരേണ്ടവർക്ക് അവരുടെ അഭിപ്രായം അറിയിക്കാം, അതിനുശേഷം ചർച്ചകൾ നടത്താം എന്ന് പറയുന്നുണ്ട്. പല പാർട്ടികളും ചെറിയ പാർട്ടികളൊക്കെ തന്നെ വരാനുള്ള സാധ്യത അദ്ദേഹം തള്ളിക്കളയുന്നുമില്ല. എന്തായാലും ഈ പാർട്ടികളെ കൊണ്ടുവരുന്നത് മാത്രമല്ല അദ്ദേഹം പറയുന്നത്, അതിനുപരിയായിട്ട് UDFന്റെ ഒരു രാഷ്ട്രീയ അടിത്തറ വിപുലപ്പെടുത്തുക എന്നാണ്. അതിന് അദ്ദേഹം പറയുന്നത് നിരവധി ആളുകൾ കഴിഞ്ഞ ദശാബ്ദങ്ങളായിട്ട് CPM-നൊപ്പം അല്ലെങ്കിൽ ഇടതുപക്ഷത്തിനൊപ്പം നിൽക്കുന്ന നമ്മൾ ഈ ഇടതുപക്ഷ സഹയാത്രികർ എന്നൊക്കെ പറയുന്ന നിരവധി ആളുകളുണ്ടല്ലോ, അവരുടെ കൂട്ടായ്മകളൊക്കെ തന്നെ UDFുമായിട്ട് സഹകരിക്കാൻ സന്നദ്ധ പ്രകടിപ്പിച്ചിട്ടുണ്ട്. അവരുമായിട്ട് കുറെ കാലമായിട്ട് ചർച്ചയിലാണ്. കാരണം കഴിഞ്ഞ 10 വർഷത്തെ CPM-ന്റെ ഇടതുപക്ഷത്തിന്റെ ഭരണത്തോട് തങ്ങൾക്ക് യോജിച്ചു പോകാൻ കഴിയുന്നില്ല. ഒരു ഇടതുപക്ഷ നയമല്ല അവരെ നടപ്പിലാക്കുന്നത്. ഇടതുപക്ഷത്തിന്റെ എന്തെങ്കിലും കാഴ്ചപ്പാടുകളോ സമീപനങ്ങളോ ഒന്നുമല്ല പിണറായി വിജയൻ സർക്കാരിന് ഉള്ളത്. ഒരു വലത് വ്യതിയാനത്തിലേക്ക് പോകുന്നുണ്ട്. അത് തങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയുന്നില്ല. അപ്പോൾ അതിനൊരു ബദൽ വേണം. ആ ബദല് ലക്ഷ്യമിട്ടുകൊണ്ടാണ് അവർ UDFുമായിട്ട് ചേരുകയും ചർച്ചകൾ നടത്തുകയും ഒക്കെ തന്നെ ചെയ്യുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള നിരവധി ആളുകൾ തങ്ങളോടൊപ്പം ചേരും എന്ന് സതീശൻ പറയുന്നുണ്ട്. അത്തരത്തിലാണ് ഈ പറയുന്ന പോലെ ഒരു UDFന്റെ എന്താ പറയുക രാഷ്ട്രീയ അടിത്തറ വിപുലപ്പെടുത്തുക എന്നുള്ളത്. വലിയ പാർട്ടികളെ കൊണ്ടുവരിക, കൂടുതൽ പാർട്ടികളെ കൊണ്ടുവരിക എന്നത് മാത്രമല്ല, നിലവിലെ അവരുടെ ഉള്ള പാർട്ടികളെ വെച്ചുകൊണ്ട് തന്നെ അതിന്റെ രാഷ്ട്രീയ അടിത്തറ വിപുലപ്പെടുത്തുക, അതിന്റെ പ്രവർത്തനം ശക്തിപ്പെടുത്തുക. ഇതേപോലുള്ള സമൂഹത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിൽക്കുന്ന അല്ലെങ്കിൽ വിവിധ ഭാഗങ്ങളിൽ ഉള്ള ഈ പറയുന്ന പോലെയുള്ള ആളുകളെ ഒക്കെ തന്നെ അവരുടെയൊക്കെ തന്നെ പിന്തുണ തങ്ങൾക്ക് അനുകൂലമാക്കുക, അവരോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കുക എന്ന ഒരു കാര്യമാണ് VD സതീശൻ എന്ന ഈ UDFന്റെ വിപുലപ്പെടുത്തലുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പറഞ്ഞത്. ഒപ്പം തന്നെ ഈ പറയുന്ന പോലെ നേരത്തെ നമ്മൾ കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ട ചർച്ച നടത്തിയതാണ്. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിന് അധികം സമയമില്ല. അതിന്റെ ചർച്ചകളിലേക്കൊക്കെ തന്നെ കടന്നു. അദ്ദേഹം വളരെ കോൺഫിഡന്റ് ആയിട്ടാണ് പറയുന്നത്. അദ്ദേഹത്തിന്റെ പത്രസഭകളൊക്കെ കാണുമ്പോൾ നമുക്ക് അറിയാമല്ലോ, കാരണം കുറെ കാലം അദ്ദേഹം വളരെ കോൺഫിഡന്റ് ആണ്. അദ്ദേഹം പറയുന്നത് ഞങ്ങൾ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെയുള്ള കാര്യങ്ങൾ, തെരഞ്ഞെടുപ്പിന്റെ ഒരുക്കങ്ങളെല്ലാം തന്നെ ഷെഡ്യൂൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. UDF എങ്ങനെ പോകണം, ഓരോ ഘട്ടവും എങ്ങനെയാകണം എന്നത് സംബന്ധിച്ച് ഞങ്ങൾ ഷെഡ്യൂൾ ചെയ്ത് കഴിഞ്ഞു. ഓരോ പ്രോഗ്രാം നമ്മൾ ഷെഡ്യൂൾ ചെയ്യുമല്ലോ, ആ രീതിയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെയുള്ള കാര്യങ്ങൾ ഞങ്ങൾ ഷെഡ്യൂൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അതിന് ഇനിയിപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തനങ്ങൾ ആയിട്ട് മുന്നോട്ട് പോയാൽ മതി എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ ആദ്യമായിട്ട് അതിന്റെ ഘട്ടമെന്ന് പറയുന്നത് ആദ്യം ഈ സീറ്റ് വിഭജന ചർച്ചകളാണ്. അത് ജനുവരി 15 മുൻപ് പൂർത്തിയാക്കുമെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ ഉടനെ തന്നെ അതിന്റെ ചർച്ചകളിലേക്ക് കടക്കണം. ഇന്നിപ്പോൾ ഡിസംബർ 22, ഡിസംബർ അവസാനിക്കാനായിരിക്കും. ഇനിയിപ്പോൾ 8-9 ദിവസം കൂടിയേ ഉള്ളൂ. അപ്പോൾ ആ ജനുവരി 15-നകത്ത് അത് പൂർത്തിയാക്കണമെങ്കിൽ 2 ആഴ്ചക്കകത്ത് തന്നെ ഈ സീറ്റ് വിഭജന ചർച്ചകൾ പൂർത്തിയാക്കും. അപ്പോൾ അതിനുശേഷം ആ പാർട്ടികള് അവരുടെ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകളിലേക്ക് കടക്കണം.
അത്തരത്തിലൊരു തീരുമാനം വന്നിരിക്കുകയാണ്. സീറ്റ് വിഭജന ചർച്ചകൾ പൂർത്തിയായി കഴിഞ്ഞാൽ സമയബന്ധിതമായിട്ട് യുദ്ധകാല അടിസ്ഥാനത്തിൽ തന്നെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം പൂർത്തിയാക്കണം. എല്ലാ പാർട്ടികളും ടീം UDF എന്നുള്ള നിലയിലാണ് പോകുന്നത്. അപ്പോൾ എല്ലാ പാർട്ടികൾക്കും അത് ഇതാണ്. അവരെല്ലാം തന്നെ ഈ സ്ഥാനത്ത് തന്നെ മറ്റു പ്രശ്നങ്ങളില്ലാതെ പൂർത്തിയാക്കണം. എന്നിട്ട് എത്രയും പെട്ടെന്ന് തന്നെ ഫെബ്രുവരി മുതൽ തന്നെ അല്ലെങ്കിൽ ഫെബ്രുവരി പകുതിയോടുകൂടി പ്രചരണ രംഗത്തേക്ക് ഇറങ്ങാവുന്ന രീതിയിൽ സ്ഥാനാർത്ഥികളെ പൂർത്തിയാക്കണം എന്നൊരു തീരുമാനം UDF ഉണ്ടായിട്ടുണ്ട്. മാത്രവുമല്ല, ഈ പറയുന്ന പോലെ ഫെബ്രുവരി ആദ്യം UDFന്റെ ഒരു ജാഥ, കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ഒരു ജാഥ പ്രതിപക്ഷ നേതാവ് തന്നെയാണ് നയിക്കുന്നത്. സാധാരണ നമ്മൾ ഈ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് നിരവധി ജാഥകൾ കാണാറുണ്ട്, രാഷ്ട്രീയ ജാഥകൾ ഇഷ്ടം പോലെ കാണാറുണ്ട്. കേരള പര്യടനം പോലെയുള്ള, നവകേരള യാത്ര പോലെയുള്ള ഒരുപാട് യാത്രകൾ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇത് അത്തരത്തിലുള്ള ഒരു പൊളിറ്റിക്കൽ യാത്ര, പൂർണ്ണമായും ഒരു പൊളിറ്റിക്കൽ യാത്രയല്ല എന്ന് അദ്ദേഹം പറയുന്നു. മറിച്ച് ഈ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് ഈ തെരഞ്ഞെടുപ്പിൽ UDF എന്താണ് വിഭാവനം ചെയ്യാൻ പോകുന്നത്, ഭരണത്തിലെത്തിക്കഴിഞ്ഞാൽ കേരളത്തിന് വേണ്ടി എന്താണ് ചെയ്യാൻ സാധിക്കുക, തങ്ങളുടെ ബദൽ എന്താണ് എന്നത് കേരളീയ പൊതുസമൂഹത്തിന് മുന്നിൽ വെച്ചുകൊണ്ട് ഒരു മാനിഫെസ്റ്റോ തയ്യാറാക്കുകയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു മാനിഫെസ്റ്റോ തയ്യാറാക്കി അത് കേരളീയ പൊതുസമൂഹത്തിന് മുന്നിൽ വെച്ചുകൊണ്ട് വടക്ക് മുതൽ തെക്ക് വരെ അതിൽ ചർച്ച നടത്തുക എന്നതാണ് UDF ഉദ്ദേശിക്കുന്നത്. അല്ല സാധാരണ ഒരു പൊളിറ്റിക്കലി നമ്മൾ കാണുന്ന ഒരു ജാഥയല്ല. അദ്ദേഹം പറയുന്ന രൂപവും ഭാവവും അതിന്റെ മാറിയിരിക്കും. വളരെ വ്യത്യസ്തമായിട്ടുള്ള, ഇതുവരെ കേരളം കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള ഒരു ജാഥയായിരിക്കും അതെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അത് വെറുതെ പറയുന്നതല്ല. ഇതുമായി ബന്ധപ്പെട്ട് ഈ മാനിഫെസ്റ്റോ തയ്യാറാക്കിയത് തന്നെ മാസങ്ങൾ നീണ്ട ചർച്ചകൾക്കൊടുവിലാണ്. വെറുതെ ഒരു മാനിഫെസ്റ്റോ എന്നുള്ള നിലയിലല്ല. കേരളത്തിന് വേണ്ടിയിട്ട്, ഈ കേരളത്തിന്റെ നിലവിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ, കേരളത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധി, അതിൽ നിന്നും കേരളത്തെ ഉയർത്തിക്കൊണ്ടുവരാൻ എന്താണ് അതിനൊക്കെ ബദല്, എങ്ങനെ കേരളത്തെ രക്ഷിക്കാം എന്നുള്ളത് തന്നെ അവർക്ക് വ്യക്തമായ ഒരു ധാരണയുണ്ട്, പദ്ധതികളുണ്ട്. ആ പദ്ധതികളൊക്കെ തന്നെ ഉൾപ്പെട്ടതാണ് ഈ മാനിഫെസ്റ്റോ എന്ന് പറയുന്നത്. അതിന് കഴിഞ്ഞ കുറെ കാലമായിട്ട് തന്നെ വിവിധ വകുപ്പുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് അവരൊരു പഠനം നടത്തിയിട്ടുണ്ട്. വിദഗ്ധരെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഓരോ സമിതി, ഓരോ വകുപ്പിനെ കുറിച്ചും പഠിക്കാൻ, സംസ്ഥാനത്തെ പല വകുപ്പുകളുണ്ടല്ലോ, ആ വകുപ്പുകളെ കുറിച്ച് ഓരോന്നിനെ കുറിച്ചും പഠിക്കാൻ, അതിന്റെ സാധ്യതകൾ ആരായാനായിട്ട്, ആ വകുപ്പിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാനായിട്ട് ഒക്കെ തന്നെ അതിനെ എങ്ങനെ നവീകരിക്കാം, അത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് ഓരോ സമിതികളെ നിയോഗിച്ച് അവരൊക്കെ തന്നെ ഇങ്ങനെ ചർച്ച ചെയ്ത്, വിദഗ്ധരെ ഉൾപ്പെടുത്തി ചർച്ച ചെയ്തുകൊണ്ട് ആ രീതിയിലൊരു രൂപം അതിന് തയ്യാറാക്കിയിട്ടുണ്ട്. ഓരോ വകുപ്പുകൾക്കും വേണ്ടി പ്രത്യേകം. നമുക്ക് അറിയാം, നേരത്തെ ഈ ആരോഗ്യ വകുപ്പുമായി ബന്ധപ്പെട്ടുള്ള ഒരു ബദൽ ആരോഗ്യ നയം വേണ്ടിയിട്ട് UDF ചർച്ച സംഘടിപ്പിക്കുകയും ഒക്കെ തന്നെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഓരോ വകുപ്പിനെ കുറിച്ചും ചർച്ചകൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. അതിനു വേണ്ടുന്നുള്ള അഭിപ്രായങ്ങൾ സ്വരൂപിച്ചിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലുള്ള ഒരു മാനിഫെസ്റ്റോയാണ് തയ്യാറാക്കാൻ പോകുന്നത്. അത് ജനങ്ങൾക്ക് മുന്നിൽ വെക്കുകയാണ്, അതൊരു പൊതു ചർച്ചയ്ക്ക് വിധേയമാക്കുകയാണ്. ആ രീതിയിൽ അങ്ങനെ മുന്നോട്ട് പോവുകയാണ് ലക്ഷ്യം. കാരണം UDF സംബന്ധിച്ച് നമുക്കറിയാമല്ലോ, ഈ കഴിഞ്ഞ 10 വർഷത്തിനിടയ്ക്ക് LDF കൊണ്ടുവന്നിട്ടുള്ള ജനവിരുദ്ധമായിട്ടുള്ള നയങ്ങള്, പദ്ധതികളെ എല്ലാം തന്നെ നഖശിഖാന്തം എതിർത്ത് തോൽപ്പിച്ചിട്ടുള്ള ഒരു മുന്നണി സംവിധാനമാണ് UDF എന്ന് പറയുന്നത്. അപ്പോൾ അവർക്ക് അതിന്റെ ബദല്, വെറുതെ ഒരു പദ്ധതി കൊണ്ടുവരുമ്പോൾ അതിനെ എതിർത്ത് ഇല്ലാതാക്കുക എന്നത് മാത്രമല്ലല്ലോ ഒരു രാഷ്ട്രീയ പാർട്ടി അല്ലെങ്കിൽ മുന്നണി ചെയ്യേണ്ടത്. ഒരു പദ്ധതി എതിർക്കുമ്പോൾ അതിന് ബദൽ ഉണ്ടാകണം. ഇപ്പോൾ കേരളയിൽ എന്ന് പറയുന്ന പദ്ധതി, അതിനെ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഉൾപ്പെടെ പല പ്രശ്നങ്ങളുണ്ട്, അതിനെ അവര് എതിർത്തിട്ടുണ്ട്. അപ്പം തന്നെ തീരദേശ ഹൈവേ, അത് തീരദേശങ്ങളെ മേഖലയൊക്കെ തന്നെ ബാധിക്കുന്നതാണ്. അങ്ങനെ ഓരോ പദ്ധതികളെയും എതിർത്തിട്ടുണ്ട് കാര്യകാരണങ്ങൾ സഹിതം. അപ്പോൾ അതിന് ബദല് മുന്നോട്ട് വെക്കാൻ കൂടി ഒരു പാർട്ടി അല്ലെങ്കിൽ മുന്നണി ബാധ്യസ്ഥരാണ്. ആ രീതിയിലാണ് അവർ മുന്നോട്ട് പോകുന്നത്. തങ്ങള് പദ്ധതികളെ ഇല്ലാതാക്കുന്നവരല്ല, എന്തൊക്കെയാണ് അതിന് കാരണമെന്നുള്ളത് അവർ പറഞ്ഞിട്ടുണ്ട്. ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന അല്ലെങ്കിൽ ജനങ്ങളെ ബാധിക്കുന്ന പദ്ധതികളാണ് ഞങ്ങൾ വേണ്ട എന്ന് പറയുന്നത്. പകരം അതിന് ബദൽ ഞങ്ങൾക്കുണ്ട്, ഒരു കേരള ബദൽ ഞങ്ങൾക്കുണ്ട്. ആ ബദൽ ഞങ്ങൾ കേരളത്തിന് മുന്നിൽ അവതരിപ്പിക്കുമെന്ന് അദ്ദേഹം പറയുന്നു. അങ്ങനെയാണ് ഈ പറയുന്ന മാനിഫെസ്റ്റോ യാത്ര അത് നടത്താൻ പോകുന്നത്. അപ്പോൾ വളരെ വ്യത്യസ്തമായ രീതിയിൽ UDF മുന്നൊരുക്കങ്ങളൊക്കെ തന്നെ നടത്തി കഴിഞ്ഞിട്ടുണ്ട്. കൂടാതെ ഈ പറയുന്ന പോലെ സംഘടനാപരമായ പ്രവർത്തനങ്ങൾ അത് പോവുകയാണ്. ഇപ്പോൾ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഈ വാർഡ് തലത്തിലുള്ള പ്രവർത്തനങ്ങളായിരുന്നു നടത്തിക്കൊണ്ടിരുന്നത്. അതിന് മുന്നോടി തന്നെ അദ്ദേഹം പറയുന്നുണ്ട്, നിയമസഭാ തെരഞ്ഞെടുപ്പിലെ പ്രവർത്തനങ്ങൾ തങ്ങൾ നേരത്തെ തന്നെ തുടങ്ങിയിരുന്നു, അത് പോവുകയായിരുന്നു. അതിനിടയ്ക്ക് ഇത് വന്നപ്പോൾ അത് സ്റ്റോപ്പ് ചെയ്ത് വെച്ചിട്ട് ഈ പറയുന്ന പോലെ വാർഡ് തലം മുതലുള്ള പ്രവർത്തനങ്ങൾ ഇതിനു വേണ്ടി നടത്തി. ഇനി ഇപ്പോൾ അത് നിർത്തിവെച്ചിട്ട് ബൂത്ത് തലങ്ങളിലേക്ക് പോകണം. കാരണം ബൂത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് മറ്റൊരു പാറ്റേൺ ആണല്ലോ, ബൂത്ത് തലം മുതൽ. അപ്പോൾ ബൂത്ത് കമ്മിറ്റികളെല്ലാം തന്നെ സംസ്ഥാന വ്യാപകമായിട്ടെല്ലാം രൂപീകരിച്ചിട്ടുണ്ട്. ആ ബൂത്ത് തലത്തിലുള്ള പ്രവർത്തനങ്ങൾ ഇനി നടക്കുകയാണ്. പുതിയ വോട്ടർമാരെ ചേർക്കുന്ന ഉൾപ്പെടെയുള്ള തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അതിന്റെ ഗുണം കണ്ടതാണ്. നിരവധി വോട്ടർമാരെ UDF മുൻകൈ എടുത്തുകൊണ്ട് ചേർക്കുന്ന ഒരു കാഴ്ച കണ്ടു. അതിന്റെയൊക്കെ ഫലം അവർക്കുണ്ട്, അനുകൂലമായിട്ടുള്ളവർക്ക് വോട്ട് വർദ്ധിച്ചതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം അതാണ്. അപ്പോൾ ആ രീതിയിൽ ബൂത്ത് തലങ്ങളിലേക്ക് പോയി
ബൂത്ത് തലമുള്ള പ്രവർത്തനങ്ങൾ കൊണ്ടുവരിക, ഈ വോട്ടർമാരെ കൂടുതൽ ചേർക്കുക, അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ, സംഘടനാപരമായ പ്രവർത്തനങ്ങളും ഇതിനോട് ആനുപാതികമായിട്ട് തന്നെ നടത്തി മുന്നോട്ട് പോവുക എന്താണ് ലക്ഷ്യം വെക്കുന്നത്. അവര് പറയുന്നുണ്ട്. SIR-മായി ബന്ധപ്പെട്ടിട്ടൊക്കെ ഒരുപാട് ആശങ്കകൾ നിരവധി ആശങ്കകളുണ്ട്. ഇപ്പോൾ തന്നെ നാളെ അതിന്റെ ഒരു കരട് പട്ടിക വരികയാണ് SIR-ന്റെ. അപ്പോൾ ഏതാണ്ട് 25 ലക്ഷം ആളുകൾ ഇതിനകത്ത് നിന്ന് ഒഴിവാക്കിയിട്ടുണ്ടെന്നുള്ളത് വാർത്ത പുറത്തു വന്നിട്ടുണ്ട്. ഓരോ ജില്ലകളിലും 50,000 എന്നുള്ള നിലയിലൊക്കെ തന്നെ 1 ലക്ഷം വരെയുള്ള ആളുകൾ വോട്ടർമാര് നേരത്തെ വോട്ട് ചെയ്തവരാണ് കേട്ടോ. അവരെയൊക്കെ തന്നെ പല രീതിയിൽ അതിനകത്ത് ഈ പറയുന്ന പോലെ ഇരട്ടിപ്പുള്ള വോട്ടിംഗ് ഉണ്ട്, അതൊക്കെ തന്നെ അംഗീകരിക്കുന്നു. പക്ഷെ മരിച്ചവരെ, കാണാതായവരെ, ഷിഫ്റ്റ് ചെയ്യപ്പെട്ടവരെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒഴിവാക്കിയ ഏതാണ്ട് ഒരു 8-9 ലക്ഷം വോട്ടർമാരുണ്ട്. അവരൊക്കെ തന്നെ ഇവിടെ ഉണ്ട് എന്ന് ഈ പാർട്ടികളെല്ലാം പറയുന്നുണ്ട്. ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ SIR-ൽ കൂടെ അവരെ കാണുന്നില്ല, അല്ലെങ്കിൽ മരിച്ചുപോയെന്നൊക്കെ പറയുന്നവരെയൊക്കെ തന്നെ, ഷിഫ്റ്റ് ചെയ്ത് പോകരുതെന്നൊക്കെ പറഞ്ഞവരെയൊക്കെ തന്നെ ഇവര് പാർട്ടിക്കാർ കാണുന്നുണ്ട്, അവരുമായിട്ട് ബന്ധപ്പെടുന്നുണ്ട്. അപ്പോൾ അവരെയൊക്കെ തന്നെ പുനഃസ്ഥാപിക്കേണ്ട കാര്യമുണ്ട്. കഴിഞ്ഞ തവണയൊക്കെ വോട്ട് ചെയ്തവരാണ് അവര്. പുതിയ വോട്ടർമാർ എന്നുള്ള നിലയിൽ ഇനി അവരെ വോട്ടർ പട്ടികയിൽ ആഡ് ചെയ്യേണ്ട വലിയൊരു കാര്യമുണ്ട്. അപ്പോൾ ആ രീതിയിലുള്ള പ്രവർത്തനങ്ങളുമായിട്ടൊക്കെ തന്നെ മുന്നോട്ട് പോവുക. തികഞ്ഞ ആത്മവിശ്വാസത്തോടു കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുന്നതെന്ന് UDF പറയുന്നത്. അപ്പോൾ നമ്മൾ ഒരു 2 മാസം കഴിയുമ്പോഴേക്കും UDF എന്ന മുന്നണിയിൽ കൂടുതൽ പാർട്ടികൾ വരാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ വഴിയില്ല. അത് മാത്രമല്ല, ഇനിയിപ്പോൾ പാർട്ടി വന്നാലും ഇല്ലെങ്കിലും UDF തെരഞ്ഞെടുപ്പിന് സജ്ജമായി കഴിഞ്ഞിരിക്കുന്നതാണ്. നമ്മൾ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കണ്ടതുപോലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വളരെ മുന്നേ തന്നെ ഈ പറയുന്ന സീറ്റ് വിഭജന ചർച്ച ഉൾപ്പെടെ നടത്തി, പിന്നീട് ഓരോ പാർട്ടികളും അവരുടെ സ്ഥാനാർത്ഥികളുടെ ചർച്ചകളിലേക്ക് കടന്ന് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചുകൊണ്ട് പ്രചരണത്തിലേക്ക് ഒരു മുഴം മുന്നേ ഇറങ്ങുക എന്ന ഒരു ലക്ഷ്യത്തോടു കൂടി പോവുകയാണ്. അപ്പോൾ അതിന് ഇന്നത്തെ ആ പത്രസമ്മേളനത്തിന്റെ ഒരു സംഗ്രഹം എന്ന് പറയാവുന്ന നമുക്ക് ഇങ്ങനെയാണ്. UDF 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിന് സജ്ജമായി കഴിഞ്ഞിരിക്കുന്നു. അതിന്റെ നടപടിക്രമങ്ങൾ ഇനിയിപ്പോൾ വരും ദിവസങ്ങളിൽ തുടങ്ങും എന്നാണ് നമുക്ക് മനസ്സിലാക്കാവുന്നത്.